നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ചൂഴ്ന്ന് നിരവധി രാജ്യവിരുദ്ധ ശക്തികൾ പലതരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നും അവയെ നേരിടുവാൻ വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിക്കാൻ ഉള്ള മുൻകരുതലുകളായി അല്ലെങ്കിൽ മുന്നൊരുക്കമായി ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിരവധി ഉന്നതതല യോഗങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പ്രേക്ഷകരുടെ മുമ്പിൽ കുറച്ച് അധികം കാലം മുൻപ് തന്നെ അറിയിച്ചിരുന്നു. ഏതാനും ആഴ്ചകളെന്നല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. കൃത്യമായ തീയതി എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരു മാസത്തിന് മേലെയായി കാണും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ട് ഒരു ബ്രേക്കിംഗ് ന്യൂസായി തന്നെ പ്രേക്ഷകരോട് പങ്കുവച്ചിട്ട്. അത്തരത്തിലുള്ള നിരവധി കുഴപ്പങ്ങൾ നാം കാണുകയും ചെയ്തു. പ്രവർത്തനത്തിനുള്ള ജിഹാദികളുടെ നിരവധി ഭീകരാക്രമണ പദ്ധതികൾ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ രാജ്യമൊട്ടാകെ കണ്ടുപിടിക്കുകയും തകർക്കുകയും ചെയ്ത നിരവധി വിവരങ്ങൾ നാം അതിനുശേഷം കാണുകയുണ്ടായി. മറ്റൊരു ഭാഗം ഇത് സംബന്ധിച്ച് ഉള്ളത് മാവോയിസ്റ്റുകളാണ്. മാവോയിസ്റ്റുകളെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഭാരതത്തിലെ ബസ്താർ തുടങ്ങി മറ്റ് മേഖലകളിൽ നിന്നെല്ലാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായി തന്നെ മാവോയിസ്റ്റുകളെ ഭാരത സൈന്യവും ഭാരത സർക്കാരും ചേർന്ന് തൂത്തെറിഞ്ഞിട്ടുണ്ട്. മാവോയിസ്റ്റുകളുടെ പഴയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് പൂർണ്ണ വിരാമം തന്നെ ഉണ്ടായി എന്ന് പറയുവാൻ സാധിക്കും. മാവോയിസ്റ്റ് മുക്ത ഭാരതമായി അഭിമാനത്തോടു കൂടി തന്നെ ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭാരതത്തെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷേ മാവോയിസ്റ്റുകളുടെ പ്രവർത്തന രീതികളിൽ മാറ്റമുണ്ടാകും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കുഴപ്പങ്ങൾ രാജ്യത്തുണ്ടാകും എന്നുള്ളൊരു മുൻകരുതലുകളും അല്ലെങ്കിൽ മുന്നറിവും ഭാരത സർക്കാരിനുണ്ടായിരുന്നത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്ന ഉന്നതതല യോഗങ്ങളിൽ ആ വിഷയങ്ങളും ചർച്ചയ്ക്ക് വന്നതും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിപ്രവർത്തനങ്ങൾ ശക്തമാക്കുവാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളപ്പെട്ടത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം നോയിഡയിൽ ഈ ഒരു നിർമ്മാണശാലകളുടെ ഒരു നീണ്ട ശൃംഖലകൾ തന്നെ സെക്ടറുകളായി തിരിച്ചിട്ടുണ്ട്. സെക്ടർ 50, സെക്ടർ 62 അങ്ങനെയുള്ള ചില പ്രത്യേക മേഖലകളിൽ ഉള്ള നിർമ്മാണശാലകളിലെ തൊഴിലാളികൾ കുറച്ചു കാലമായി അവരുടെ ശമ്പള വർധനവിന് വേണ്ടിയിട്ടുള്ള മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഏപ്രിൽ 13, 14 തീയതികളിൽ ഈ സെക്ടർ 50, സെക്ടർ 62 തുടങ്ങിയ മേഖലകളിൽ ഉള്ള നിർമ്മാണശാലകളിലെ തൊഴിലാളികൾ ഒരു പ്രതിഷേധ പ്രകടനം ആസൂത്രണം ചെയ്തിരുന്നു. ഈ മുഴുവൻ സെക്ടറുകളിലുമായി ഏതാണ്ട് 40,000-ഓളം തൊഴിലാളികൾ. കാരണം ആ ഒരു നിർമ്മാണശാലകളുടെ ഒരു ശൃംഖല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു ചെറിയ ഒരു ശൃംഖലയായിട്ട് കാണരുത്. വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ്. തന്നെയുമല്ല, ഈ ഭാഗത്തു കൂടിയാണ് ഡൽഹിയിലേക്കുള്ള പ്രധാന പാതകൾ പലതും കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഡൽഹി NCRലേക്കുള്ള പാതകൾ കടന്നു പോകുന്നത് ഈ മേഖലകളിൽ കൂടിയാണ്. അപ്പോൾ ആ മേഖലയിൽ 40,000-ഓളം തൊഴിലാളികൾ പ്രതിഷേധത്തിനിറങ്ങുമ്പോൾ അവരുടെ പ്രതിഷേധം വളരെ സമാധാനപരമായിട്ടായിരുന്നു. അവർ തുടക്കത്തിൽ റോഡുകൾ ഉപരോധിച്ചിരുന്നില്ല, ഒന്നുമില്ല. അവർ മുദ്രാവാക്യങ്ങൾ വിളിച്ചു, ശമ്പള വർധനവിനും ആനുകൂല്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു. പക്ഷേ അതിനിടയിലേക്ക് മാവോവാദികൾ കടന്നുകൂടുകയും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ഈ പ്രതിഷേധം വളരെ അക്രമാസക്തമാകുകയും പോലീസിന് നേരെ രൂക്ഷമായ കല്ലേറുണ്ടാവുകയും വാഹനങ്ങൾ തീയിടപ്പെടുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി. പക്ഷേ അവരുടെ കഷ്ടകാലത്തിന് നോയിഡ എന്നുള്ളത് ഉത്തർപ്രദേശ് പോലീസിൻ്റെ കീഴിൽ വരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അക്രമം തുടങ്ങിയ വഴി തന്നെ അതിനെ ഏറ്റവും ശക്തമായ രീതിയിൽ, ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ ഉത്തർപ്രദേശ് പോലീസ് അടിച്ചമർത്തി എന്ന് മാത്രമല്ല, ഈ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധത്തിനിറങ്ങിയ തൊഴിലാളികളെ ഈ അക്രമം നടന്നതിൻ്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള ശിക്ഷണ നടപടികൾക്കും വിധേയമാക്കാതെ ഒരു ഉന്നതതല കമ്മിറ്റിയെ രൂപീകരിച്ച് അവരുടെ ആവശ്യങ്ങൾ ഏതാണ്ട് ഏറെക്കുറെ അംഗീകരിച്ച് ഏപ്രിൽ 1 തീയതി മുതൽ 2026 ഏപ്രിൽ 1 തീയതി മുതലുള്ള തീയതിയിൽ കണക്കാക്കി മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ അവരുടെ ശമ്പള വർധനവ് നടപ്പാക്കുകയും തന്നെയുമല്ല മെയ് പകുതിയോടുകൂടി ഈ വർദ്ധിച്ച ശമ്പളം അവർക്ക് വിതരണം ചെയ്യുമെന്നുള്ളൊരു ധാരണ അവരുമായി ഉണ്ടാക്കുകയും ചെയ്തു. സ്കിൽഡ് ലേബേഴ്സിനാണെങ്കിലും അൺസ്കിൽഡ് ലേബേഴ്സിനാണെങ്കിലും ഒരേപോലെ എന്ന് പറഞ്ഞാൽ സമാനമായ രീതിയിലല്ല, വർധനവ് രണ്ട് കൂട്ടർക്കും ലഭിച്ചിട്ടുണ്ട്. അവരുടെ കഴിവുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മേഖലയ്ക്കനുസരിച്ചുള്ള വർധനവ് അവരാവശ്യപ്പെട്ടത് തന്നെയാണ്. അവർ ഒരു 16 രൂപ മണിക്കൂറിന് ആണ് ആവശ്യപ്പെട്ടതെങ്കിൽ ഏതാണ്ട് 16 രൂപയോ 15 രൂപയോ തന്നെ അടിക്കുന്നത്. ഞാനൊരു ഉദ്ദേശക്കണക്ക് പറയുകയാണ്. അത്തരത്തിലുള്ളൊരു
സമവായം തൊഴിലാളികളുമായി മാന്യമായി പ്രതിഷേധിച്ച തൊഴിലാളികളുമായി ഉത്തർപ്രദേശ് സർക്കാർ ഉണ്ടാക്കി. അത്തരത്തിലുള്ളൊരു ധാരണ തൊഴിലാളികളുമായി ഉണ്ടാക്കിയ സർക്കാർ തൊഴിലാളികൾ തിരിച്ച് ജോലിക്ക് കയറിയതിനു ശേഷം ഈ പ്രതിഷേധത്തിനിടയിൽ കടന്നുകൂടി അക്രമ സംഭവങ്ങൾക്ക് തിരികൊളുത്തിയ ആളുകളെ അന്വേഷിച്ചിറങ്ങി. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കപ്പെട്ടു. ആ ടാസ്ക് ഫോഴ്സിൻ്റെ അന്വേഷണത്തിൽ ആദ്യം തന്നെ വ്യക്തമായത് അഭിനവമായിട്ടുള്ള രീതിയിൽ മാവോയിസ്റ്റ് സംഘടനകൾ രൂപമെടുത്തു വരികയും അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറി കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ള വ്യക്തമായ തെളിവുകൾ STFന് കിട്ടി. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെയോ മിനിഞ്ഞാന്ന് രാത്രിയോ രൂപേഷ് റായ് എന്നൊരു വ്യക്തിയെ STF അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് പോലീസാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ആദിത്യ ആനന്ദ് എന്നൊരു വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം മനീഷ എന്നൊരു പെൺകുട്ടിയെക്കുറിച്ചും. ഇവരെല്ലാവരും ചേർന്ന് ഈ സംഘടനകളിൽ ഈ മാവോയിസ്റ്റുകളുടെ അഭിനവ തൊഴിലാളി സംഘടനകളുടെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്ന അഭിനവ മുഖത്തിൻ്റെ ഭാഗമാണ് ഇവരെല്ലാം ചേർന്നിട്ടാണ് ഈ അക്രമ സംഭവങ്ങൾ ആസൂത്രണം ചെയ്തത്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ QR കോഡുകൾ പ്രതിഷേധക്കാരുടെ ഇടയിൽ കടന്നുകൂടുന്ന അക്രമികൾക്ക് നൽകി ആ QR കോഡുകളിലൂടെ പരസ്പരമുള്ള ഒരു ഏകീകരണം സാധ്യമാക്കി അത്തരത്തിൽ വളരെ ഹൈടെക് ആയിട്ടുള്ള തന്ത്രങ്ങളാണ് ഇവർ ഒരുക്കിയിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഇവർക്ക് പറ്റിയ മണ്ടത്തരങ്ങളിൽ ആദ്യത്തേത് ഉത്തർപ്രദേശിൻ്റെ കീഴിലാണ് നോയിഡ വരുന്നത് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുദ്ദേശിച്ചൊരു തലത്തിലേക്ക് അക്രമ സംഭവങ്ങളെ വളർത്തി ഡൽഹിയിലേക്കുള്ള എല്ലാ റോഡുകളും ഉപരോധിച്ച് രാജ്യതലസ്ഥാനത്തൊരു പ്രശ്നമുണ്ടാക്കി. ഉത്തർപ്രദേശിൻ്റെ നിർമ്മാണ മേഖല ഇപ്പോൾ വളരെയധികം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സംസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിൽ അത്തരത്തിലുള്ള സാമ്പത്തിക മേഖലയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരു പദ്ധതി മറ്റൊരു ഭാഗത്ത്, ഡൽഹിയിൽ റോഡ് ഉപരോധം വഴി സൃഷ്ടിക്കപ്പെടുന്ന കുഴപ്പങ്ങൾ ഒരു മറുഭാഗത്ത്, ഇത്തരത്തിലുള്ള വിവിധോദ്ദേശ പദ്ധതികളായിരുന്നു ഇവർ നടപ്പാക്കുവാൻ ശ്രമിച്ചിരുന്നത്. അതെല്ലാം പരാജയപ്പെട്ടു. പക്ഷേ മുഖ്യ സൂത്രധാരകരായിട്ടുള്ള രൂപേഷ് റായ്, മനീഷ, ആദിത്യ ആനന്ദ് ഈ 3 പേരെയും പോലീസ് തിരിച്ചറിയുകയും രൂപേഷ് റായെ ഈ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആദിത്യ ആനന്ദും മനീഷയും അപ്രത്യക്ഷരായി. അവർ രൂപഭാവങ്ങളെല്ലാം മാറ്റി തങ്ങൾ രാജ്യം വിട്ടുപോയി എന്നുള്ളൊരു ധാരണ പൊതുവെ പരത്തി. അവർ പോലീസിൻ്റെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു. പക്ഷേ STF വിട്ടില്ല. അവരുടെ പിന്നാലെ STF ഉണ്ടായിരുന്നു, നിഴൽ പോലെ ഉണ്ടായിരുന്നു. അന്വേഷണങ്ങളുടെ ഭാഗമായി ഒടുവിൽ ഇന്ന് രാവിലെ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ, തമിഴ്നാട് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആദിത്യ ആനന്ദിനെ STF അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട് ഇയാൾ തമിഴ്നാട്ടിലേക്ക് പോയി? അവിടെയാണ് ഈ അഭിനവ രൂപത്തിൽ മാവോയിസ്റ്റുകൾ പുറത്തു വരും എന്നുള്ളൊരു അറിവ് രഹസ്യാന്വേഷണ ഏജൻസികൾ പരസ്പരം പങ്കുവയ്ക്കുകയും അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തത് നേരത്തെ പറഞ്ഞ ഉന്നതതല യോഗങ്ങളിൽ. തമിഴ്നാടിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെർലൈറ്റ് മുതൽ ഭാരതത്തിൻ്റെ കോപ്പർ നിർമ്മാണത്തിൽ ഏറ്റവും കാര്യക്ഷമമായ പങ്കുവച്ചിരുന്ന സ്റ്റെർലൈറ്റ് മുതലുള്ള സ്ഥാപനങ്ങൾ പൂട്ടിക്കുവാൻ വേണ്ടി വളരെ ക്രിയാത്മകമായി ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അതിന് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയുണ്ട്, ദ്രാവിഡ കക്ഷികൾ DMKയുടെ പിന്തുണയുണ്ട്, AIADMKയുടെ പിന്തുണയില്ല. AIADMK സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള പ്രക്ഷോഭവുമായി വന്നവരുടെ ജഗതി പറഞ്ഞതുപോലെ വായിലായിരുന്നു അവർ വെടിവെച്ചത്. എന്നിരുന്നാൽ പോലും കോടതിയിലൊക്കെ സ്വാധീനം ചെലുത്തി പരിസ്ഥിതിവാദമെല്ലാം പറഞ്ഞ് സ്റ്റെർലൈറ്റ് പോലുള്ള കമ്പനികൾക്ക് പൂട്ടിടാൻ ഇവർക്ക് സാധിച്ചു. അത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ അവർക്ക് ദ്രാവിഡ കക്ഷികളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ദ്രാവിഡ കക്ഷികളുടെ പിന്തുണയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിന്തുണയുണ്ട്, മതം മാറ്റ ലോബികളുടെ പിന്തുണയുണ്ട്, SDPI പോലുള്ള ജിഹാദികളുടെയും പിന്തുണയുണ്ട്. അത്തരത്തിൽ വളരെ മാവോയിസത്തിന് തഴച്ചു വളരുവാൻ, രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഏറെ വളക്കൂറുള്ളൊരു മണ്ണാണ് തമിഴ്നാട്. ആ തമിഴ്നാട്ടിലേക്കാണ് ആദിത്യ ആനന്ദ് എന്ന ഈ നോയിഡ ആക്രമണത്തിൻ്റെ സൂത്രധാരന്മാരിൽ ഒരാൾ രക്ഷപ്പെട്ടു പോയത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ആ പശ്ചാത്തലത്തിൽ STF ഇപ്പോൾ പുതിയതായി അന്വേഷിക്കുന്നത്, നോയിഡ പോലീസും STFും സംയുക്തമായുള്ള അന്വേഷണത്തിൽ പുതിയ ഒരു ആംഗിൾ വന്നിരിക്കുകയാണ്, പുതിയൊരു വീക്ഷണകോണ് വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഈ അക്രമ സംഭവങ്ങൾക്ക് സാമ്പത്തിക സഹായമോ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രോത്സാഹനമോ ലഭിച്ചിട്ടുണ്ടോ? സമാജ്വാദി
പാർട്ടിയുടെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ ചില പ്രാദേശിക നേതാക്കൾക്ക് ഇതുമായി ബന്ധമുണ്ടെന്നുള്ളത് പോലീസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നിരുന്നാലും അവർ പ്രതിഷേധ സ്ഥലത്ത് എത്താതിരിക്കുവാൻ ഉള്ള മുൻകരുതലുകൾ പോലീസ് എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയുമല്ല അവരെ ഇതിൻ്റെ അപകടം പറഞ്ഞ് മനസ്സിലാക്കുവാനും പോലീസിന് സാധിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാരണം നിങ്ങൾ പ്രതിഷേധത്തിന് പോയി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, യോഗി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ളൊരു അക്രമ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ നിരവധി രാജ്യവിരുദ്ധ ശക്തികളുണ്ട്. നിങ്ങൾ അവിടെ പോയാൽ നിങ്ങളും പ്രതിയാകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകി സമാജ്വാദി പാർട്ടിയിലെ പല നേതാക്കളെയും പോലീസ് തിരിച്ചയച്ചു. ഈ പ്രതിഷേധം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ തന്നെ നമ്മളോട് പറയുന്നത്. ഇനി തമിഴ്നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ, തമിഴ്നാടും ഡൽഹിയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടെന്ന് സ്റ്റാലിൻ ഇടയ്ക്കിടെ പറയാറുണ്ട്. പക്ഷേ ആ ദൂരമൊന്നും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ രക്ഷപ്പെട്ടു പോകുവാനായിട്ട്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വേണ്ട, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് കുണാൽ കാമ്ര എന്നുള്ള കൊമേഡിയൻ ഉണ്ടല്ലോ, കൊമേഡിയൻ എന്ന് സ്വയം വിളിക്കുന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്നാണ് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കോമഡി അദ്ദേഹം മാത്രം ചിരിക്കുന്ന തരത്തിലുള്ള തമാശകളാണ്. അത്തരത്തിലുള്ള കൊമേഡിയന്മാരുൾപ്പെടെ രക്ഷപ്പെട്ടു പോകുന്ന തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഈ ഒരു സുരക്ഷിതത്വം രാജ്യവിരുദ്ധ ശക്തികൾക്കാവട്ടെ, രാജ്യത്തിനെതിരെ നിരന്തരമായി നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് തന്നെ പ്രസ്താവനകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളോ നടത്തുന്ന ശക്തികളാവട്ടെ, ഇവർക്കൊക്കെ രക്ഷപ്പെട്ടു പോകുവാനുള്ള ഒരു സേഫ് ഹേവനാണ്, ഒരു സ്വർഗഭൂമിയായി തമിഴ്നാട് മാറുകയാണോ എന്നുള്ളൊരു സംശയം ഈ സംഭവം ശക്തിപ്പെടുത്തുന്നു. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് STF ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതിൽ പ്രധാനമായി STFിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷിക്കപ്പെടുന്ന സംഗതി ഈ സംഭവത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായമോ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാവോയിസ്റ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്ന്, രാജ്യത്തിന് പുറത്തു നിന്നോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. എനിക്കിതിൽ ഇതുവരെ അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഒരു തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രക്ഷോഭത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ കടന്നു ചെന്നവരുടെ ഇടയിൽ, അതും പ്രത്യേകിച്ച് മാവോയിസ്റ്റ് സംഘടനകൾക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് STF ഉറപ്പിച്ചു പറയുന്ന ഒരു സംഭവത്തിൽ ഇതുവരെ ഒരു മലയാളിയുടെ പേര് ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ആകെ പ്രതീക്ഷ മനീഷയിലാണ്. ഇനി മനീഷ മേനോനോ മനീഷ നമ്പ്യാരോ അല്ലെങ്കിൽ മനീഷയുടെ യഥാർത്ഥ പേര് നിള നമ്പ്യാർ എന്നാണെന്നോ ഉള്ള വിവരങ്ങൾ പുറത്തു വരും. കേരളത്തിന് അവിടെയും അഭിമാനിക്കുവാനുള്ളൊരു വകയുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.